ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ 7 days ഇൻഫ്ലമേഷൻ വെയിറ്റ് ലോസ് ചാലഞ്ച് നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ടെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്. ഒരുപാട് കമന്റ്സും ഡൗട്ട്സും ഒക്കെ വരാറുണ്ട്. അതിനൊക്കെ തന്നെ ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാനും ശ്രമിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇൻഫ്ലമേഷൻ വെയിറ്റ് ലോസ് ചാലഞ്ച് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വെയിറ്റ് ലോസ് ചാലഞ്ച് മാത്രമല്ല, നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും വാട്ടർ റിട്ടൻഷൻ കുറയ്ക്കാനും, അത് ഒരുപാട് പേർക്കുള്ള ഒരു ഇഷ്യൂ ആണ് വാട്ടർ റിട്ടൻഷൻ. ഒറ്റ രാത്രി കൊണ്ട് തന്നെ 2 കിലോ ഒക്കെ കൂടുന്ന ആളുകളുണ്ട്. പച്ചവെള്ളം കുടിച്ചാൽ പോലും വെയിറ്റ് കൂടുന്നവരുണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സഡൻ വെയിറ്റ് ഗെയിൻ ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇൻഫ്ലമേഷൻ വെയിറ്റ് ലോസ് ചാലഞ്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ സ്കിന്ന് ക്ലിയർ ആക്കാൻ, നമ്മുടെ ഡൈജഷൻ സ്മൂത്ത് ആക്കാൻ, കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാൻ, അസിഡിറ്റി കുറയ്ക്കാൻ, നമ്മുടെ ഫുൾ ബോഡി റിപ്പയർ ആണ് ഇൻഫ്ലമേഷൻ വെയിറ്റ് ലോസ് ചാലഞ്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആണിത്. അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മാക്സിമം ഡെഡിക്കേഷനോട് കൂടി ഈ ഒരു ചാലഞ്ച് നിങ്ങൾ ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾ ഫുൾ ഡെഡിക്കേഷനോട് കൂടി ഈ ഒരു ചാലഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടാർഗറ്റ് റീച്ച് ചെയ്യാനായിട്ട് ഈ ഒരു 1 week കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ ഇന്നിപ്പോ ഞാൻ വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 7 days കൊണ്ട് ഈ ഒരു ഇൻഫ്ലമേഷൻ വെയിറ്റ് ലോസ് ചാലഞ്ച് ഫിനിഷ് ചെയ്യാണ്. പക്ഷെ എന്നിരുന്നാലും നിങ്ങളൊരു കലോറി ഡെഫിസിറ്റ് ഡയറ്റിലോട്ട് പോവായിരിക്കും. നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുമായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കലോറി ഡെഫിസിറ്റ് ഡയറ്റ് മാത്രമായി പോരുത്, അതൊരു ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ആയിരിക്കാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അതിനുവേണ്ടി നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു 5 ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡ് ഓപ്ഷൻസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ത്രൂ ഔട്ട് നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡയറ്റിൽ ഞാൻ ഈ പറയുന്ന ഫുഡ് ഓപ്ഷൻസ് ഒക്കെ തന്നെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇനി അധികം സംസാരിച്ച സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ ആദ്യം തന്നെ ഉള്ളത് ടേമറിക് ആണ്. അപ്പൊ ടേമറിക് നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ ഡെയിലി ഡയറ്റിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്പൈസ് ആണ്. നമ്മൾ ചിലപ്പോൾ 3 നേരത്തെ മീലിലും ഈ ഒരു ടേമറിക് ആഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ടേമറിക്കിലുള്ള കുർക്കുമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഘടകമാണ് ഇവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ടത്. ഈ ഒരു ഘടകമാണ് നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് നല്ലൊരു ആന്റി ഓക്സിഡന്റും കൂടിയാണ്. അപ്പം ടേമറിക് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കറീസിൽ നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സാലഡ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സീസണിംഗ് ആയിട്ട് നമുക്ക് ടേമറിക് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മോർണിംഗ് ഡ്രിങ്കിന്റെ കൂടെ ടേമറിക് കഴിക്കാം. ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കുക, അതിനകത്ത് ഒരു പിഞ്ച് പെപ്പർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഒരു പിഞ്ച് ടേമറിക് ആഡ് ചെയ്യാം, അത് നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാം. അപ്പൊ ഈ രീതിയിലൊക്കെ ടേമറിക് നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാനും വാട്ടർ റിട്ടൻഷൻ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ആന്റി ഓക്സിഡന്റ് ആയിട്ടും ഒക്കെ ടേമറിക് വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്തത് ജിഞ്ചർ ആണ്. ജിഞ്ചറും ഒരു ഗ്രേറ്റ് ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡ് ഓപ്ഷൻ ആണ്. ജിഞ്ചർ നമ്മുടെ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ നമ്മുടെ ബ്ലോട്ടിംഗ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ടൊക്കെ ജിഞ്ചർ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇത് എങ്ങനെ യൂസ് ചെയ്യാം? നമുക്ക് കറികളിലൊക്കെ യൂസ് ചെയ്യാം. അതല്ലാതെ നമുക്ക് മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് കഴിക്കാം, ജിഞ്ചർ ടീ ആയിട്ട് കുടിക്കാം, ഈവനിങ് ടൈമിൽ ജിഞ്ചർ ടീ നിങ്ങൾക്ക് കുടിക്കാം. അതുപോലെ തന്നെ സാലഡ്സിലും സൂപ്സിലും ഒക്കെ നമുക്ക് ജിഞ്ചർ ആഡ് ചെയ്യാവുന്നതാണ്. ഇനിയുള്ളത് ഇലക്കറികളാണ്, ലീഫി ഗ്രീൻസ്. ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ലീഫി ഗ്രീൻസ് ആയിരിക്കും ഏറ്റവും നല്ലത്. ചീര അല്ലെങ്കിൽ മുരിങ്ങയുടെ ഇല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ എപ്പോഴും നിങ്ങൾ ആഡ് ചെയ്യുക. ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡ് ഓപ്ഷൻ ആണ്. അതുപോലെ തന്നെ ഒരു ആന്റി ഓക്സിഡന്റും കൂടിയാണ്. ഇത് നമുക്ക് തോരൻ പോലെ ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മുരിങ്ങ ഇലയും പരിപ്പും ഒക്കെ വെച്ചിട്ടുള്ള കറികൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മുരിങ്ങയുടെ പൗഡർ നമ്മൾ എടുത്ത് വെച്ചിട്ട് അത് നമ്മൾ സൂപ്പുകളിലും അല്ലെങ്കിൽ സാലഡിലും ഒക്കെ നമുക്ക് ഒരു ടോപ്പിംഗ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. മുരിങ്ങ പൗഡറിന്റെ ഡ്രിങ്ക് നമുക്ക് ഇടയ്ക്ക് കുടിക്കാവുന്നതാണ്. അങ്ങനെ പല രീതിയിലും മുരിങ്ങ ലീവ്സും ചീരയും ഒക്കെ നമ്മുടെ ഡയറ്റിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ട ചെറു മത്സ്യങ്ങളാണ്, ഫാറ്റി ഫിഷുകൾ. അത് ഈ മത്തി അല്ലെങ്കിൽ കൊഴുവ അതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ എപ്പോഴും നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് omega-3 ഫാറ്റി ആസിഡ്സ് ആണ്. ഇത് നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഫൈറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ചെറു മത്സ്യങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ എപ്പോഴും ആഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇത് ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമുക്കൊരു ഗുഡ് പ്രോട്ടീൻ സോഴ്സ് ആയിട്ടും ആഡ് ചെയ്യാവുന്നതാണ്. അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കുക്കിംഗ് മെത്തേഡ് ആണെങ്കിൽ ഇതിനകത്തുള്ള ഗുഡ് പ്രോപ്പർട്ടീസ് ഒക്കെ തന്നെ നഷ്ടമായി പോകും. അപ്പൊ ഷാലോ ഫ്രൈ ചെയ്തിട്ട് അല്ലെങ്കിൽ കറി വെച്ചിട്ടൊക്കെ നിങ്ങൾ ചെറു മത്സ്യങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി അടുത്തത് ഗാർലിക് ആണ്, അല്ലെങ്കിൽ വെളുത്തുള്ളി. ഇത് നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡ് ഓപ്ഷൻ ആണ്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന സൾഫർ കോമ്പൗണ്ട്സ് നമ്മുടെ ബോഡിക്ക് വളരെയധികം ബെനിഫിഷ്യൽ ആണ്. അപ്പൊ ഗാർലിക് ക്രഷ് ചെയ്തിട്ട് നമ്മുടെ തോരനുകളിലും അതുപോലെ തന്നെ സാലഡുകളിലും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ സാലഡിന് വേണ്ടി ഡിപ്പുകൾ ഉണ്ടാക്കുമല്ലോ, അതിനകത്ത് നിങ്ങൾക്ക് ഗാർലിക് ക്രഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ 7 days കൊണ്ട് ഇൻഫ്ലമേഷൻ വെയിറ്റ് ലോസ് ചാലഞ്ച് ഫിനിഷ് ചെയ്യാണ്. പക്ഷെ എന്നാലും ഇനി വരുന്ന ദിവസങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ആഹാരങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ സ്പൈസസ് ഒക്കെ തന്നെ നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങളുടെ ഡയറ്റ് ജസ്റ്റ് ഒരു കലോറി ഡെഫിസിറ്റ് ഡയറ്റ് മാത്രമായി പോരുത്, അതൊരു ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റും കൂടി ആയിരിക്കണം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുത്. അപ്പൊ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.